നമസ്കാരം. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ ജ്യോതിഷ കേരളയിൽ സുസ്വാഗതം. ജ്യോതിഷ കേരളയിൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷനും ലൈക്കും ഒക്കെ തന്ന് നമ്മളൊരു കുടുംബത്തെ പോലെ വളരെ ഇനിയിപ്പോൾ അതിൽ നന്ദിയും കടപ്പാടൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മുടെ ചാനലാണ്, നിങ്ങളുടെയും കൂടെ ചാനലാണ്. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കുണ്ട്. ഈശ്വരൻ എന്നും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ട്. നമ്മളിന്ന് പുതുവർഷം, അതായത് 2026 വരെ, 2026 നമുക്കൊരു മാറ്റം വരുമോ, രക്ഷപ്പെടുമോ പലരും ആഗ്രഹിക്കുന്നുണ്ട്. പൊതുവിൽ 2025 തുലാക്കൂറുകാർക്ക് അത്ര മോശമൊന്നായിരുന്നില്ല. കാരണം വളരെ നല്ല വർഷമായിരുന്നില്ലെന്ന് നമുക്ക് പറഞ്ഞുകൂടാ, ദൈവം നിന്ന് പറഞ്ഞുകൂടാ. എങ്കിലും 2026 എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. തുലാക്കൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചിത്രയുടെ 3, 4 വരുന്ന അവസാന പാദം, ചോതി, വിശാഖത്തിൻ്റെ മുക്കാലും അതിലാണ് വരണം, 1, 2, 3 പാദം. അപ്പോൾ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച്, അതായത് തുലാക്കൂറുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷം വ്യാഴം 9 നിന്ന വർഷമാണ്. ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴും അതെ, നിങ്ങൾക്ക് ഈ വരുന്ന സെപ്റ്റംബർ വരെ വ്യാഴം 9 അതുകൊണ്ട് ധനപരമായിട്ടും അതുപോലെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നമ്മളെ ഏറ്റവും വലുത് സാമ്പത്തികമാണല്ലോ, സാമ്പത്തികമായ ഇടപെടലുകളിലും ഗുണം തന്നെ ആയിരിക്കും. പല വഴികളിലൂടെയും പല മാർഗങ്ങളിലൂടെയും ധനം വരാനുള്ള വഴികൾ ഭഗവാൻ കൊണ്ട് തന്നിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക. ഇനിയിപ്പോൾ 2026 സെപ്റ്റംബർ ആകുമ്പോൾ വ്യാഴം വീണ്ടും മാറുകയാണ്. സെപ്റ്റംബറിൽ വ്യാഴം മാറുന്ന എവിടെയാണ്? തീർച്ചയായിട്ടും 10ലേക്ക് കർമ്മസ്ഥാനത്തേക്കാണ്. അതും ഗുണമാണ്. ഈ ഭാഗ്യം, ധനഭാഗ്യം കൊണ്ടുവന്നത് നമുക്ക് കർമ്മമായി നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ നമ്മുടെ ഇടപെടുന്ന കാര്യങ്ങളിലൂടെ ധനം വർദ്ധിക്കാനും ഒക്കെയുള്ളൊരു സമയമാണ്. തീർച്ചയായിട്ടും തുലാക്കൂറുകാരെ സംബന്ധിച്ച് കടങ്ങളൊക്കെ തീർന്ന്, കടമുള്ളവരാണെങ്കിൽ കടങ്ങളൊക്കെ തീർന്ന്, അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് വേണ്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളും അതിന് വേണ്ടുന്ന ധനവും ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ ഈശ്വരൻ കൊണ്ട് തന്നിരിക്കുന്ന വർഷമാണ്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തണം. മറ്റൊന്ന്, നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ഈ സമയം നന്നായിട്ട് ഉപയോഗിക്കണമെന്ന് പറയാൻ കാരണം എന്താണ്? വിദ്യ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇപ്പം നല്ലതാണ് സമയം. നിങ്ങൾക്കത് ഗുണം വരും. പുതിയ പരീക്ഷ എഴുതുകയും അതുപോലെ തന്നെ ഉപരിപഠനത്തിന് ശ്രമിക്കുകയും വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്കൊക്കെ വളരെ ഗുണമാണ്. അത് ഉപയോഗപ്പെടുത്തുക. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 2026 സെപ്റ്റംബർ വരെ ഈ പഠനം, വിദ്യ ഇതിലൊക്കെ നല്ലതാണ്. പക്ഷേ ആ സെപ്റ്റംബർ കഴിയുമ്പോൾ കുറച്ച് അത്തരം കാര്യങ്ങൾ നിങ്ങൾ അലസത ബാധിക്കുക, അല്ലെങ്കിൽ തടസ്സങ്ങൾ വരും. അതുകൊണ്ട് സെപ്റ്റംബറിന് മുമ്പ് നിങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി എടുക്കുക. അതായത് ഇനിയിപ്പം കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിപ്പോൾ ജനുവരി അല്ലേ, നമുക്ക് പലവിധ എൻട്രൻസുകളൊക്കെ എഴുതേണ്ട സമയമാണ്. അതിനൊക്കെ ഇപ്പോൾ സമയം നല്ലതാണ്. ഈ കൂറിലുള്ളവർ ഒന്ന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് ദൈവാധീനം വർദ്ധിപ്പിച്ച് എഴുതിയാൽ കിട്ടും. നിങ്ങൾക്ക് പരീക്ഷകൾ പാസ്സാവാൻ കഴിയും. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജാതകാൽ നിങ്ങൾക്ക് ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടും. നിലവിലുള്ള ജോലിയിൽ മാറ്റങ്ങൾ വരും. ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫറോ അതല്ലെങ്കിൽ ഉദ്യോഗ കയറ്റമോ ഒക്കെ നിങ്ങളിപ്പോൾ പരിശ്രമിച്ചാൽ നടക്കുന്നതാണ്. അതുപോലെ തന്നെ ജോലി മാറാനും സമയം നല്ലതാണ്. വിദേശത്തൊക്കെ ഉള്ള ധാരാളം പേര് കൺസൾട്ട് ചെയ്യുമ്പോൾ ചോദിക്കുന്നൊരു കാര്യമാണ്, ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് എനിക്കൊന്ന് മാറ്റം വരാൻ സമയമായോ? തീർച്ചയായിട്ടും തുലാക്കൂറുകാരെ സംബന്ധിച്ച്, അതായത് ചിത്തിര അവസാനത്തെ 2 പാദം, ചോതി, വിശാഖം മുക്കാൽ 1, 2, 3 പാദം വന്നവരെ സംബന്ധിച്ച് ജോലിയിൽ, പുതിയ ജോലിയിലേക്ക് ശ്രമിക്കുകയും അതിൽ നല്ല ജോലി കിട്ടാനുമൊക്കെയുള്ള സമയമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റം ധനപരമായിട്ടും കർമ്മപരമായിട്ടും വരുന്ന സമയമാണ്. അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല, കലാകാർ, രാഷ്ട്രീയ രംഗത്ത് ഉള്ളവർ, സാമൂഹ്യ പ്രവർത്തകർ, സെലിബ്രിറ്റികൾ, സിനിമാ പ്രവർത്തകർ, അതുപോലെ തന്നെ മാസിനെ ഡീൽ ചെയ്യുന്നവർ. മാസിനെ ഡീൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസ്, അതുപോലെ തന്നെ നമ്മുടെ ഈ നിയമം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, വക്കീൽ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ജോലി എടുക്കുന്നവർ, വക്കീൽ, വിമർശകന്മാർ, ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും. അതുപോലെ തന്നെ ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുന്നത്, ചൊവ്വയെന്ന് പറയുമ്പം ഈ റിയൽ എസ്റ്റേറ്റ്, ഭൂമി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നവർക്ക്, ബ്രോക്കറേജ് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, ലൈസൻ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ വിജയം തരുന്ന സമയമാണ്. അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഒറ്റ വാക്കി പറഞ്ഞാൽ സമയം കുറേ നല്ലതാണ്. ഇനി 2026 സെപ്റ്റംബർ കഴിയുമ്പം ജോലിയിലായിരുന്നാലും പഠനത്തിലായിരുന്നാലും അതുപോലെ തന്നെ ജോലി മാറ്റത്തിനായിരുന്നാലും സമയം നല്ലതല്ല. അതിലൊക്കെ കാലതാമസം വരാം, തടസ്സങ്ങൾ വരാം, ചില
അപ്രതീക്ഷിതമായ താക്കീതുകളോ തടസ്സങ്ങളോ ഒക്കെ വരാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ സമയത്ത് ദൈവാധീനം വർദ്ധിപ്പിക്കണം. ദൈവാധീനം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് ജാതകത്തിനനുസരിച്ച് മന്ദാഷ്ടവർഗത്തിൽ നിങ്ങളെ ഏത് ഗ്രഹമാണ് സപ്പോർട്ട് ചെയ്യണം ആ ഗ്രഹത്തെ നിങ്ങൾ ബലപ്പിച്ച് മുന്നോട്ട് പോയാൽ കർമ്മത്തിൽ വലിയ പ്രശ്നം വരില്ല. കാരണം ഞാൻ പല വീഡിയോകളിലും പറയാറുണ്ട്, ഒരിക്കലും ഈ ഗ്രഹങ്ങൾ നമുക്ക് സൂചനകളാണ് തരുന്നത്. അതായത് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അസ്ട്രോളജർ ആയിരുന്നാലും ജ്യോതിഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടീച്ചറാണ്. നമ്മളെ വഴികളിൽ ദോഷങ്ങളെ ചൂണ്ടിക്കാണിച്ച് നമ്മളെ നല്ല വഴിക്കും ധർമ്മ വഴിക്കും നയിക്കുന്ന ഒരു നല്ല ടീച്ചറാണ് ജ്യോതിഷൻ. അല്ലാതെ ജ്യോതിഷൻ അമാനുഷിക പ്രതിഭയൊന്നുമല്ല. അതുപോലെ തന്നെ അസ്ട്രോളജി നമുക്കൊരു വഴികാട്ടിയാണ്. നമ്മുടെ ജീവിതം വിജയിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതിനകത്ത് ദോഷം വരുന്നതും മോശമായ കാലാവസ്ഥയും എങ്ങനെയാണെന്ന് കണ്ടിട്ട് അതിനനുസരിച്ച് കുടപിടിക്കുകയും അതിനനുസരിച്ച് നമ്മൾ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ഇതിനെ നേരിടുക അല്ലെങ്കിൽ ഇതിനെ മറികടക്കുക. ഇത് ചെയ്യണമെങ്കിൽ ദൈവാധീനം വേണം. ദൈവാധീനത്തിനാണ് നമ്മൾ ചെറിയ ക്ഷേത്ര വഴിപാടുകൾ. ഞാൻ ഒരിക്കലും വിശ്വാസത്തെ അല്ലാതെ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കില്ല. വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ പൂജയും ഹോമവും ഞാൻ പറയാറില്ല. നിങ്ങൾ പൂർവ്വജന്മദോഷങ്ങൾ തീർക്കുക, ചെറിയ ചെറിയ വഴിപാടുകൾ അല്ലെങ്കിൽ നിങ്ങളെ പ്രാർത്ഥന ഇതൊക്കെ ഉണ്ടെങ്കിൽ വിജയിക്കും. തീർച്ചയായിട്ടും ബിസിനസ്സിൽ നിങ്ങൾ 2026 നിലവിലുള്ള അവസ്ഥയിൽ തന്നെ ബിസിനസ് നന്നായി വരുന്ന അവസ്ഥയാണ്. സെപ്റ്റംബർ വരെ നിങ്ങൾക്ക് ബിസിനസ്സിൽ പുതിയ പുതിയ പാർട്ട്നേഴ്സിനെ സ്വീകരിക്കാം, പുതിയ പദ്ധതികൾ കൊണ്ടുവരാം, എല്ലാം ചെയ്യാം. സെപ്റ്റംബർ കഴിഞ്ഞ് ചെയ്യരുത്. കാരണം സെപ്റ്റംബർ കഴിയുമ്പോൾ അപ്രതീക്ഷിത പ്രതിസന്ധികൾ വരാം. അതുപോലെ സെപ്റ്റംബർ കഴിയുമ്പം വളരെയധികം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ, അതായത് നമ്മൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരെ ജാഗ്രതയോടെ വാച്ച് ചെയ്യണം. അതിൽ നിന്ന് അനിഷ്ടങ്ങൾ വരാതെ സൂക്ഷിക്കണം. സന്താനങ്ങളുടെ വിഷയങ്ങളിൽ സെപ്റ്റംബർ കഴിയുമ്പോൾ ശ്രദ്ധ വേണം. അവർ പോകുന്ന വഴികൾ അവരൊന്ന് ഒബ്സർവ് ചെയ്യണം. അവരറിയാതെ രഹസ്യമായിട്ട് നിരീക്ഷിക്കണം അവർ നേരായ മാർഗത്തിലാണോ പോകുന്നതെന്ന്. കാരണം അത്തരത്തിൽ ചില അനിഷ്ടങ്ങൾ അപ്രതീക്ഷിതമായി വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെ വന്നാൽ നിങ്ങൾ അപ്പോൾ വ്യാഴത്തിൻ്റെ പ്രീതി വരുത്തുകയും അതുകൊണ്ട് പിന്നെ സുബ്രഹ്മണ്യ പ്രീതിയും വരുത്തിക്കൊണ്ടാൽ മതി. തീർച്ചയായിട്ടും അത് ഗുണമേ വരുള്ളൂ. ദോഷങ്ങൾ ആർക്കും ചെയ്യാതിരിക്കട്ടെ, ഒന്നും വരാതിരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷം പൊതുവിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നല്ലതാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പല കാര്യങ്ങളിലും ഈ 11-ൽ കേതു നിൽക്കുന്നതുകൊണ്ട് ഈ വളരെ വലിയ അവസരങ്ങൾ അടുത്തെത്തി അത് അകന്നു പോവുകയോ അല്ലെങ്കിൽ അത് നമുക്ക് ഫ്രൂട്ട്ഫുൾ ആക്കാൻ പറ്റാതെ പോവുക, അല്ലെങ്കിൽ അതിന് ചില തടസ്സങ്ങൾ വരാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വർഷം പ്രധാനമായിട്ടും ചെയ്യേണ്ടത് കേതു പ്രീതി വരുത്തണം. നവാക്ഷരി മന്ത്രജപം നല്ലതാണ്, ഗണപതി ഹോമം നല്ലതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും നല്ല ചാമുണ്ഡി ക്ഷേത്രങ്ങളിൽ ദേവി പ്രീതികരമായ കടുംപായസം മറ്റൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. കേതുപ്രീതി നിർബന്ധമായിട്ട് വേണം ഈ വർഷം. എങ്കിലേ ഈ വരുന്ന ഭാഗ്യ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് എത്തുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യവും ഐശ്വര്യവും ഭഗവാൻ വാരിക്കോരി തരുന്നൊരു വർഷം, വലിയ ദോഷങ്ങളില്ലാത്ത വർഷമാണ് ചാരവശാൽ. പക്ഷേ അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ കേതുവിനെ പ്രീതിപ്പെടുത്തിയേ പറ്റുള്ളൂ. ഇനി മറ്റൊന്ന്, ഇതെല്ലാം ഉള്ളപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ സമയം നല്ലതാണെന്നുള്ളത് നോക്കണം. എങ്കിലും ഇതൊക്കെ അനുഭവത്തിൽ വരുള്ളൂ. എല്ലാ ഭാഗ്യവും വരുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ജാതകത്തിൽ എന്തായിരിക്കണം? തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞതെല്ലാം ചാരവശാൽ ഇപ്പോൾ താൽക്കാലിക ഫലമാണ്. പക്ഷേ ലൈഫ് ലോങ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ രാശിയാധിപനായ ശുക്രനെ ലൈഫ് ലോങ് നിങ്ങൾ ബലപ്പിക്കണം. ശുക്രപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം. ശുക്രപ്രീതി എന്ന് പറഞ്ഞാൽ ഗണപതി ലക്ഷ്മി പ്രീതി വേണം. മറ്റൊന്ന്, നിങ്ങൾക്ക് നടക്കുന്ന ദശാപഹാരം ഏതാണെന്ന് നോക്കണം. ദശാപഹാരം ഒരു വലിയ ഘടകമാണ്. അതായത് വ്യാഴദശയിലെ ചൊവ്വ അപഹാരമോ അല്ലെങ്കിൽ ചൊവ്വാദശയിലെ വ്യാഴാപഹാരമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മാരകത്വമുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ധനപരമായ ഉയർച്ചയൊന്നും ഉണ്ടാവില്ല. ധനപരമായ ഒരുപാട് ധനനഷ്ടം വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വരും. അതായത് രോഗങ്ങളായിട്ടോ ഹെൽത്ത് വൈസൊക്കെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ എന്ത് ചെയ്യണം? ദശാപഹാരം കൊണ്ട് നോക്കി അതിനെ കൂടി ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുക്കണം. അതായത് വ്യാഴദശയിലെ ചൊവ്വാപഹാരമോ ചൊവ്വാദശയിലെ വ്യാഴാപഹാരമോ നടക്കുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ശ്രദ്ധ പുലർത്തണം. ഇനി മറ്റൊന്ന്, നിങ്ങൾ ആദിത്യദശ നിങ്ങൾക്ക് അത്ര പൊതുവിൽ നല്ലതായിരിക്കില്ല. ആദിത്യദശയാണെങ്കിൽ ശ്രദ്ധിക്കണം, ശിവപ്രീതിയും ഒക്കെ വരുത്തണം. ഇനി മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ജീവിതത്തിൽ ഉടനീളം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആരൊക്കെ? ശനി, ശുക്രൻ. ശനിയെയും ശുക്രനെയും ബലപ്പിക്കണം. ഇന്ദ്രനീലം ധരിക്കാം, മരതകം ധരിക്കാം. ജാതകാൽ മാരകത്വം ഇല്ലെങ്കിൽ വജ്രം ധരിക്കാം, ഇല്ലെങ്കിൽ വെള്ളപുഷ്യരാഗം ധരിക്കുക. ഇതൊക്കെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ വെള്ളിയാഴ്ച, ശനിയാഴ്ച, ബുധനാഴ്ച ഈ ദിവസങ്ങൾ വേണം
നമുക്ക് ഗുണം വരേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പോസിറ്റീവ് ആവുന്നു, അതായത് ആപ്ലിക്കേഷൻ അയക്കുക, പുതിയ പദ്ധതികൾക്ക് നമ്മൾ ശ്രമിക്കുക, ജോലി മാറുക, ജോലിയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുക, ഇതിനൊക്കെ നിങ്ങൾ ഈ ദിവസങ്ങൾ എടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഭാഗ്യം തരുന്ന ദിവസങ്ങളാണ് വെള്ളിയും ശനിയും ബുധനും. അതുപോലെ തന്നെ നീലയും വെള്ളയും പച്ചയും നിറങ്ങൾ ഉള്ള വസ്തുക്കൾ എപ്പോഴും കൈവശം സൂക്ഷിക്കുന്നതോ അങ്ങനെയുള്ള വസ്ത്രങ്ങളിൽ ആ നിറവും കൂടെ ഉണ്ടാകുന്നതൊക്കെ നല്ലതാണ്. കാരണം ഈ നിറങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യദായകമാണ്. ഇനി ഇടവക്കൂറുകാരായ വ്യക്തികൾ, ഇടവക്കൂർ എന്ന് പറയുമ്പം കാർത്തികയുടെ മുക്കാല്, രോഹിണി, മകയിരത്തിൻ്റെ 1, 2 പാദം, ഈ നക്ഷത്രക്കാരുമായിട്ട് ചേർന്ന് രഹസ്യ ഇടപാടുകൾ, ആത്മാർത്ഥ കൂട്ടുകെട്ട്, ആത്മാർത്ഥ ബിസിനസ് പാർട്ട്ണർഷിപ്പുകൾ, ഇടപാടുകളൊന്നും വരരുത്, എല്ലാത്തിനും പണി കിട്ടും. ഇത് അവരുടെ കുഴപ്പമല്ല, ആ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ല എന്നുള്ളതാണ്. അഷ്ടമരാശിക്കൂറിൻ്റെ നക്ഷത്രങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അവരാരും കുഴപ്പമില്ല, അവരുമായിട്ട് നമുക്ക് ഇടപഴകാം. പക്ഷേ നമ്മുടെ രഹസ്യം പങ്കുവയ്ക്കുന്ന രീതിയിൽ, നമ്മളെ പേഴ്സണലായിട്ട് എല്ലാ ഇടപാടുകൾക്കും കൂട്ടുകൂടുന്ന രീതിയിലുള്ള ഒരു ബന്ധം അവരുമായിട്ട് പാടില്ല, അതെല്ലാം പൊളിയും. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, ഇടവക്കൂറുകാരുമായിട്ടൊന്നും വേണ്ട. ഇങ്ങനെ ജീവിതത്തിൽ ലൈഫ് ലോങ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോട് ശ്രദ്ധിച്ച് വന്നാൽ, ഇത് മാത്രമല്ല, ചില വേറെയും കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാൻ. കാരണം നിങ്ങളെ ജാതകാൽ നിങ്ങളുടെ മാരകത്വമുള്ള ഗ്രഹങ്ങളെയും നീചരാശി പോയ ഗ്രഹങ്ങളെയും ബലപ്പിച്ചൊക്കെ പോയാൽ മാത്രമേ ജീവിതം വിജയിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഭാഗ്യവും പൂർവ്വപുണ്യവും തരേണ്ട ഗ്രഹങ്ങളെ ബലപ്പിച്ച് തന്നെ പോകണം. അങ്ങനെ പോയാലേ ജീവിതം വിജയിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. കൺസൾട്ടിങ്ങിനായിരുന്നാലും നിങ്ങളുടെ സംശയങ്ങൾക്കായിരുന്നാലും വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. മറ്റൊന്ന്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥന എന്നും ഉണ്ട്. കാരണം നമുക്ക് ധാരാളം സബ്സ്ക്രിപ്ഷൻ ലൈക്കും തരുന്നുണ്ട്. എന്നും അത് നിങ്ങൾ തരുമെന്നും നമ്മളൊരു കുടുംബത്തോടെ മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഈ 2026 എല്ലാ ഭാഗ്യങ്ങളും തന്ന് കഷ്ടതകളൊക്കെ നീക്കി ഈശ്വരാനുഗ്രഹത്തോടെ ഇനിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലൊരു ഭാഗ്യവും ഉയർച്ചയും വരട്ടെ. ഹരേ കൃഷ്ണ. എല്ലാവരും നന്നായി വരും. ഹരേ കൃഷ്ണ.